സ്തോത്രം ചെയ്യുന്നു. പകൽ സമയം മുഴുവനും അത് വളരെ സങ്കടത്തോടു കൂടെയായിരുന്നു. നമ്മുടെ ബീന സഹോദരിയുടെ പിതാവിന് സുഖമില്ലാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കിംസ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. എന്നാൽ അത് രമ മേഡം എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ അതെ സ്തോത്രം അടുത്ത നമ്മുടെ സുരേഷ് സാറ് എന്നെ വിളിച്ചറിയിച്ചു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് സഹോദരിയെ ഞാൻ അതെ ബീന മേഡത്തെ വിളിക്കുന്നത്. ബീന മേഡം എടുത്തിട്ട് പറഞ്ഞത് പിന്നെ ടെസ്റ്റുകൾക്ക് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല, ധൈര്യമായിരിക്കും. അതെ സ്തോത്രം, ദൈവം നല്ല റിസൾട്ടുകൾ തരും എന്ന് പറഞ്ഞു. സമാധാനിപ്പിക്കുക. അതെ പ്രൈസ് ദി ലോർഡ്. കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു സുഖമുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും ടെസ്റ്റിലില്ല, പ്രാർത്ഥിച്ചതിന് നന്ദി പറഞ്ഞു. ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവർ അത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോൺ ബെഞ്ചമിൻ സാറ് ഇന്ന് അവരുടെ കുടുംബങ്ങളെ കാണുന്നില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇന്നലെ മെനഞ്ഞാന്ന് പെട്ടെന്ന് ആ കുഞ്ഞിന് സുഖമില്ലാതെ വളരെ പ്രയാസപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു. പനിയുടെ ആധിക്യത്താൽ നമ്മുടെ ടീം വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. ഇന്നലെ വളരെ സന്തോഷത്തോടുകൂടെ എന്നോട് സംസാരിക്കുവാനും സുഖമുണ്ടെന്ന് പറയുവാനും അതേ ഗ്രൂപ്പിൽ സാക്ഷ്യം പറയുവാനും ഒക്കെ ഇടയാക്കി. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. JCSന്റെ ഒരു പ്രത്യേക കൂട്ടായ്മയാണ് എല്ലാ സൺഡേയും ഇപ്രകാരം നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടായ്മയിൽ അനേകം ആളുകൾ പങ്കെടുത്തു കൊണ്ടിരിക്കുകയായി. എന്നാൽ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധ കൃപ ആരിലാണോ വ്യാപരിക്കുന്നത് അവർക്ക് മാത്രമേ ഈ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്ത് അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഇതിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പേരെയും കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സസന്തോഷം എൻ്റെ വന്ദനം അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം സ്തോത്രം ഹല്ലേലൂയ ഈ ശുശ്രൂഷയിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ കേൾവിയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സുരേഷ് സാറ് ഇവിടെ പ്രാർത്ഥിക്കുകയും പാടുകയും സാക്ഷിക്കുകയും ചെയ്ത ദൈവമക്കളെയും ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നു. വരുവാനുള്ളവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ കേൾക്കുന്നവരെയും ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഞാൻ അല്പസമയം ദൈവ സന്നിധിയിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അബ്രഹാമിന്റെ മധ്യസ്ഥതയെ കുറിച്ചാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 17 മുതൽ 33 വരെയുള്ള ഭാഗം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇടയ്ക്ക് വായിക്കുവാൻ പറയുന്ന വചനങ്ങൾ നിങ്ങൾ വായിച്ച് എന്നെ കേൾപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ മാത്രമാണ് നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്തോത്രം. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ദൈവം തന്റെ പേർ എടുത്ത് വിളിച്ചപ്പോൾ തേരക്കിന്റെ മകനായ
അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന തേരഹിന്റെ മകനായ, അതിൽ പങ്കാളിയായ അബ്രഹാമിനെ ദൈവം പേർ ചൊല്ലി വിളിക്കുന്നു. അബ്രാമായിരുന്നു അപ്പോ. ഈ അബ്രാമിനെ ദൈവം വിളിച്ചപ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയാതെ ദൈവശബ്ദം കേട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതായ ഒരു ശ്രേഷ്ഠദാസൻ. പ്രൈസ് ദി ലോർഡ്. താനും തൻ്റെ ഭാര്യയും ലക്ഷ്യമില്ലാത്ത, അതെ, അബ്രാമിന് ലക്ഷ്യമില്ലാത്ത യാത്രയ്ക്കായി പുറപ്പെട്ടപ്പോൾ തന്നോടൊപ്പം തൻ്റെ ബന്ധുവായ ലോത്തും കുടുംബവും കൂടെ തങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് പോവുകയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ട് അവർ യാത്ര ചെയ്ത് അതേ സോദോം ഗൊമോറ പട്ടണത്തിൽ ലോത്ത് ചെന്നെത്തുകയും അവിടെ അല്പം നീരുറവ ഉള്ള സ്ഥലമായതിനാൽ ഫലഭൂയിഷ്ഠമായ ആ സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ കൃഷി ചെയ്ത് പാർക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, അബ്രാം തൻ്റെ ദാസിയായ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയായ സാറായുമായി പാർക്കുന്ന ഇടത്ത് ഏകദേശം 75 വയസ്സോളമായിട്ടും ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങൾ സാറായ്ക്ക് കൊടുത്തില്ല. 99 വയസ്സായിട്ടും അബ്രാമിന് വാഗ്ദത്ത സന്തതി കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിക്കുവാൻ തക്കവണ്ണം കാത്തിരുന്ന പ്രിയപ്പെട്ട മക്കൾ, ഹല്ലേലൂയ, ദൈവ ഇഷ്ടമനുസരിച്ചു ജീവിച്ചതിന്റെ ഫലമായി ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ പ്രിയപ്പെട്ട ദാസിക്ക് ആ വാഗ്ദത്ത അനുഗ്രഹങ്ങൾ, മനുഷ്യന്റെ സർവ കഴിവുകളും നഷ്ടപ്പെട്ടപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഇവരുടെ ഭവനത്തിൽ 2 പുരുഷന്മാർ കയറി വന്നപ്പോൾ അവരുടെ കാൽ കഴുകി അവരെ ഇരിക്കുവാൻ പറഞ്ഞിട്ട് സാറായോട് ആവശ്യപ്പെട്ട് അവർക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കുവാൻ. അങ്ങനെ അപ്പം ഉണ്ടാക്കി കൊടുത്തവർ കഴിച്ചതിനു ശേഷം അവിടെ പറഞ്ഞിട്ട് പോവുകയാണ്, ഞങ്ങൾ അടുത്ത വർഷം ഈ സമയം ഇവിടെ വരുമ്പോൾ സാറ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. പ്രൈസ് ദി ലോർഡ്. ഉള്ളുകൊണ്ടവൾ ചിരിച്ചു ആ വാർത്ത കേട്ടിട്ട്. അങ്ങനെ ആ പുരുഷൻ, പ്രൈസ് ദി ലോർഡ്, കടന്നു പോകുന്ന അവസ്ഥ, അതേ, പുരുഷന്മാരെ യാത്ര പുറപ്പെടുവിപ്പിച്ചിട്ട് അബ്രഹാം വീട്ടിലേക്ക് വരും. ഇതിനിടയിൽ ചില സംഭാഷണങ്ങൾ അവിടെ നടക്കുന്നു, പുരുഷന്മാരും അതേ നമ്മുടെ അബ്രാമുമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അബ്രഹാമിന് ഈ അനുഗ്രഹം സാറാക്കുമായി നൽകിയതിനു ശേഷം സോദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കുവാൻ ഈ പ്രിയപ്പെട്ട പുരുഷന്മാർ കടന്നു പോകുകയാണ്. ഈ വാർത്ത അബ്രഹാമിനെ പ്രിയപ്പെട്ടവർ അറിയിച്ചു. അബ്രഹാമിന് ഓർമ്മ വന്നു, എന്നോടൊപ്പം ഇറങ്ങിത്തിരിച്ച് എൻ്റെ കൂടെ വന്നതായ എൻ്റെ ബന്ധുവായ ലോത്തും ഭാര്യയും മക്കളും സോദോം ഗൊമോറ പട്ടണത്തിലാണല്ലോ. ഈ പട്ടണത്തിൽ അധിവസിക്കുന്ന ജനം മുഴുവനും പാപം ചെയ്ത്, അധർമ്മം ചെയ്ത്
ദൈവസ്നേഹമല്ലാത്ത സർവ വിരോധാഭാസങ്ങളും അവിടെ ചെയ്തതിന്റെ ഫലമായി ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ നശിപ്പിക്കുവാൻ, അഗ്നിയാൽ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഈ വാർത്ത അബ്രഹാമിനോട് ആ പുരുഷന്മാർ പറഞ്ഞപ്പോൾ അബ്രഹാം ഒരു മധ്യസ്ഥത തന്റെ ആ ബന്ധുവിന് വേണ്ടി ആ പുരുഷന്മാരോട് നടത്തുന്ന വാക്യമാണ് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തതായ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 17 മുതൽ 33 വരെയുള്ള വാക്യം. മുഖവുരയായി നമ്മുടെ ബഹുമാനമുള്ള രമാ മേഡം അത് വായിച്ചു കേൾപ്പിക്കുവാൻ ഇടയായി. നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ന്റെ 22 ഒരാൾ വായിക്കുമ്പോൾ, സംഖ്യ പുസ്തകം 16-ന്റെ 22 മറ്റൊരാൾ എടുത്ത് വായിക്കുക, വായിച്ച് കേൾപ്പിക്കണം. എങ്കിലേ പെട്ടെന്ന് നമുക്കത് തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ 18-ന്റെ 22 ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞു സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരുടെ സംഭാഷണത്തിനു ശേഷം സാറായ്ക്ക് അനുഗ്രഹം കൊടുത്തതിന് ശേഷം, സ്തോത്ര ഹല്ലേലൂയ, സോദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കുവാൻ, തീയാൽ നശിപ്പിക്കുവാൻ പുരുഷന്മാർ പോകുകയാണ്. ആ സംഭാഷണം നടത്തിയതിനു ശേഷം അവിടെ 50 പേർ ഉണ്ടെങ്കിൽ, നീതിമാന്മാർ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തെ നശിപ്പിക്കുമോ എന്ന് അബ്രാം മധ്യസ്ഥതയായിട്ട് ആ പുരുഷന്മാരോട് ചോദിക്കുന്നു. ഒരിക്കലും നശിപ്പിക്കത്തില്ല. വീണ്ടും അബ്രാം പറയുകയാണ്, അതെ 40 പേരുണ്ടെങ്കിലോ എന്നാലും നശിപ്പിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് 20-ആയി, 10-ആയി, 5-ആയി. പ്രൈസ് ദി ലോർഡ്. എന്നാലും ആ പട്ടണത്തെ നശിപ്പിക്കത്തില്ല എന്ന് ആ പുരുഷന്മാർ അതെ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിന്റെ ഒരു ഉറച്ച തീരുമാനമാണ് പ്രിയമുള്ളവരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ ഉറച്ചു നിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉറച്ച ഒരു തീരുമാനം ഇല്ലാത്തത് കൊണ്ട് നാം പലപ്പോഴും ആടിപ്പോകുന്ന ക്രിസ്ത്യാനികളായി മാറും. അല്ലെങ്കിൽ ഉറപ്പില്ലാത്തവരായി, ധൈര്യമില്ലാത്തവരായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയ ദൈവത്തിന്റെ മക്കളെ, സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 22 എടുത്തവർക്ക് വായിക്കാം. അടുത്ത ആൾ സങ്കീർത്തനം 14-ന്റെ 4-ഉം 5-ഉം വാക്യം എടുക്കുക. സങ്കീർത്തനം 14-ന്റെ 4-ഉം 5-ഉം വാക്യം. ഇവിടെ സംഖ്യാപുസ്തകം എടുത്തവർക്ക് വായിക്കാം. 16-ന്റെ 22. പ്രൈസ് ദി ലോർഡ്. സംഖ്യ 16-ന്റെ 22. അവിടെ ഇപ്രകാരം പറയുന്നു, അപ്പോൾ അവർ കവിണ്ണു വീണു, സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയ സ്നേഹമുള്ള ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ഇടയിലും നാമും ഒക്കെ പാപം ചെയ്താൽ വാസ്തവത്തിൽ ദൈവത്തോട് മധ്യസ്ഥത വഹിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് ക്ഷമിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നു എന്നുള്ള ബോധം എപ്പോഴും
നമ്മളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർ കവിണ്ണു വീണു എന്നാണ് ഭയങ്കര ആദര സൂചകമായി ഭയഭക്തിയോടുകൂടെ ദൈവത്തോട് അതെ വിളിച്ച് അതെ സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ കൃപ അവരിലേക്ക് കടന്നു വന്ന് അതെ പാപം ചെയ്ത പ്രിയപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി സർവസഭയും അതെ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ അബ്രഹാം ഉറച്ച് ദൈവസന്നിധിയിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനം 14 ഹല്ലേലൂയ, സങ്കീർത്തനം 14 4ഉം 5ഉം വാക്യം. പ്രൈസ് ദി ലോർഡ്. 14:4-5 അവിടെ പറയുന്നത്, നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഏറ്റവും കൂടുതൽ അനീതി ചെയ്യുന്നത് അതെ ദൈവമക്കളെന്ന് അതെ അനുമാനിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. നീതികേട് അവരിൽ അതിഭയങ്കരമായിട്ട് ഉണ്ടാകുന്നു. അപ്പം നാം വിശക്കുമ്പോഴൊക്കെയും കഴിക്കുന്നത് പോലെയാണ് അവർ നമ്മുടെ ജനത്തെ എന്ത് ചെയ്യുന്നത്? തിന്നുകളയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ എന്ത് ചെയ്യുന്നില്ല? അവർ യഹോവയോട് പ്രാർത്ഥിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ട് യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ഇടയിൽ ഒരാൾ തെറ്റു ചെയ്താൽ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു നല്ല ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ പാപിയായി മാറാതെ അധർമ്മത്തിൽ പ്രവർത്തിക്കാതെ ഒരു നല്ല ജീവിതത്തിന്റെ ഉടമയായി തീരുവാൻ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ അബ്രഹാം തൻ്റെ കൂടെ നടന്നു വന്നതായ അല്ലെങ്കിൽ തൻ്റെ കൂടെ വന്നതായ ലോത്തിനെയും കുടുംബത്തെയും ആ തീയുടെ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ, നശീകരണത്തിന് വേണ്ടി ആ രാജ്യത്തെ നശിപ്പിക്കുവാൻ കടന്നു വന്ന പുരുഷന്മാരോട് യാചിക്കുന്നതാണ് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞത് നമുക്കിവിടെ. സ്തോത്രം. നമുക്ക് രണ്ടാമതായി നോക്കാം. ഉൽപ്പത്തി പുസ്തകം 18-23 വാക്യം നമുക്ക് വായിക്കാം. അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോട് കൂടെ നീതിമാനെയും നീ സംഗ്രഹിക്കുമോ? ഓ സ്തോത്രം. നീ സൊദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം നിന്നെ പറഞ്ഞയച്ചു എങ്കിൽ ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങി ആ രാജ്യം മുഴുവനും അല്ലെങ്കിൽ ദേശം മുഴുവനും വെന്ത് നശിക്കപ്പെടുമ്പോൾ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ ആ നീതിമാനെ നശിപ്പിക്കുമോ എന്ന് ആ പുരുഷന്മാരോട് മധ്യസ്ഥ ചെയ്ത് ചോദിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, തങ്ങളോടൊപ്പമായിരിക്കുന്ന ദൈവം വിളിച്ചു വേർതിരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിനോട് കൂടെ കടന്നു വന്ന ലോത്തിനെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ചുമതല
അബ്രഹാമിനാണ് എന്ന് വളരെ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് അബ്രഹാം വളരെ ചന്തമായും ഉചിതമായും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ചോദ്യങ്ങൾ ആ പുരുഷന്മാരോട് ചോദിക്കുവാൻ കാരണം. നമ്മളൊക്കെ ആണെങ്കിലോ അവൻ ചാകുന്നെങ്കിൽ ചാകട്ടെ, നമുക്കെന്താ, നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് സുഖമായി ജീവിക്കാം, അവൻ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് നാം ധരിക്കും, അല്ലെ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവിടെ അബ്രഹാം അതല്ല ചെയ്തത്. അബ്രഹാമിന് കുഴിഞ്ഞ ബുദ്ധി ഇല്ലായിരുന്നു. അബ്രഹാം നേരോടും സത്യത്തോടും വിശ്വാസികളുടെ പിതാവെന്ന നാമകരണത്താൽ അതേ പേര് കേട്ട തന്റെ മകൻ, അവൻ വളരെ ചന്തമായിട്ട തന്റെ പ്രിയപ്പെട്ടവനോട് അതേ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ച് ചോദിക്കുകയാണ്. ആ അബ്രഹാമിന്റെ അഭ്യർത്ഥനയുടെ കൃത്യത ദുഷ്ടനോടുകൂടെ നീതിമാന്മാരെയും നശിപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഒരിക്കലുമില്ല എന്ന് ആ പുരുഷന്മാർ പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ മത്തായി എഴുതിയ സുവിശേഷം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം. മത്തായി 7-ന്റെ 13-14 എടുത്തോ കുഞ്ഞുങ്ങളെ, വായിക്കുവിൻ. മത്തായി 7-ന്റെ 13-14 വാക്യം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നോക്കുക, എത്ര ഭംഗിയായിട്ടാണ് ദൈവത്തിന്റെ ആ തിരുവചനത്തിൽ നിന്ന് തൻ്റെ ദാസമക്കൾക്ക് കാര്യങ്ങളെ ഇവിടെ നൽകുന്നതെന്ന് ചിന്തിക്കുക. പ്രിയ സ്നേഹിതരെ, ഇന്ന് വിശാലമായ വഴി കണ്ടുപിടിക്കുന്നവരാണ് നാം ഓരോരുത്തരും. കഷ്ടതയും വേദനയും പട്ടിണിയും കിടന്നുകൊണ്ട് വളരെ പീഡനം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്യുന്നവരെ ആർക്കും മൈൻഡില്ല. സ്തോത്രം. എന്നാൽ വിശാലമായ രീതിയിൽ തിന്ന് കുടിച്ച് സ്തോത്രം സുഖിച്ച് പുളച്ച് ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സ്തോത്രം പ്രവർത്തിക്കുന്നവരെ എടുത്ത് ഊഞ്ഞാലിട്ടാട്ടുവാൻ അനേകം പേർ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് ഭാഗത്ത് നോക്കിയിരുന്നാലും നല്ല പ്രവൃത്തികൾക്ക് യാതൊരു വിധമാകുന്ന വിലയും നൽകാറില്ല പ്രിയമുള്ളവരെ. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ വിശാലമായ വഴി നാശത്തിലേക്കുള്ള വഴിയാകുന്നു എന്നും ഇടുക്കുവാതിലുകളിലൂടെ കടക്കുന്നത് ജീവങ്കിലേക്കുള്ള വഴിയാണ് എന്നും മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധൈര്യമായിട്ട് ദൈവത്തിന്റെ വേലകൾ സത്യസന്ധമായി ചെയ്യുവാൻ ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും അപകടങ്ങളും ആപത്തുകളും കൊലയും ഒക്കെ വിളിച്ചു കൂകും. പ്രൈസ് ദി ലോർഡ്. അവിടെ മുമ്പിൽ അതേ സ്തോത്രം ജീവങ്കിലേക്കുള്ള പാത വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു
എന്നാൽ നീ പുളച്ച്, അതെ, നീ സുഖിച്ച്, നീ ഹല്ലേലൂയ ദൈവഹിതം ചെയ്യാതെ നീ വിശാലമായ അനുഭവത്തിൽ നീ കഴിഞ്ഞുകൂടുന്ന, അതെ, നിന്റെ വേലകളെ ദൈവം മാനിക്കത്തില്ല. അത് നാശകരമായ വഴിയാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ അബ്രഹാമിന്റെ അഭ്യർത്ഥനയുടെ കൃത്യത ദുഷ്ടനോടുകൂടെ നീതിമാനെ സംഗ്രഹിക്കുമോ? ഒരിക്കലും ഇല്ല എന്ന് അതെ ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്തോത്രം. മൂന്നാമതായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്, സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 18-ന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. സ്തോത്രം. അവിടെ എന്താ പറയുന്നത്? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നില്ലല്ലോ, നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോട് കൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. ഭൂമിക്കും ന്യായാധിപതി ആയവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നു എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ദൈവ സ്വഭാവം അബ്രഹാമിനോട് ആ പുരുഷന്മാർ ഉയർത്തിക്കാണിക്കുകയാണ്. സ്തോത്രം. നീ ആഗ്രഹിക്കുന്ന നിന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ ചുമതലയാണ്. അതുകൊണ്ട് അവിടെ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ സ്ഥലത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സർവഭൂമിക്കും നീതിയായവനാണ് യഹോവയായ ദൈവം. നീതി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ അധികാരികളൊക്കെ നീതിയെ മറിച്ചിട്ട് കളയും, കമഴ്ത്തിക്കളയും, അനീതിയെ പൊക്കിവെക്കും. അനീതി ചെയ്യുന്നവരെ എന്തു ചെയ്യും? പ്രൈസ് ദി ലോർഡ്. മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ താരാട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് സ്ഥാനങ്ങളിലാകട്ടെ, ഏത് പ്രവർത്തന മേഖലകളിലാകട്ടെ, ആ രീതിയിലാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ, സ്തോത്രം, നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അബ്രഹാം എന്ത് ചെയ്തു? ദൈവ സ്വഭാവത്തെ ഉയർത്തി കാണിക്കുവാൻ ചില മധ്യസ്ഥ പ്രവർത്തനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഇയ്യോബ് 8-ന്റെ സ്തോത്രം 3-ഉം 20-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 3-ാമത്തെ വാക്യം, ദൈവം ന്യായം മറിച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മറിച്ചു കളയുമോ? സ്തോത്രം. നമ്മുടെ ദൈവം ഒരിക്കലും നീതിയും ന്യായവും മറിച്ചു കളയുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒരിക്കലും ഭയക്കേണ്ടതായിട്ട് വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനം എത്രമാത്രം ഭയങ്കരമാണ്. ദുഷ്ടൻ ഈ ലോകത്ത് കിടന്നുകൊണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരെ മറിച്ചിടുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം.
അവരെ ദുഷ്ടനെന്നല്ലാതെ മറ്റൊന്നും പറയുവാൻ വാക്കുകളില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ തിരുവചനം എന്താ പറയുന്നത്? ദൈവം ന്യായ മറിച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മറിച്ചു കളയുന്നു. 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല, ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയുമില്ല. ഇന്ന് അനേകം പേർ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെ താങ്ങുവാൻ കാണുമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയ ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം, ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഒരിക്കലും ദൈവം ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയുമില്ല. മനസ്സിലാക്കുക. സ്തോത്രം. ദൈവം എത്ര നല്ലവനാണെന്ന് നാം മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. യെഹെസ്കേലിന്റെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, യിരെമ്യാവ് 5:1 നാം വായിക്കുമ്പോൾ, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. ദൈവം തന്നെ മുൻകൂട്ടി പറയുകയാ. അങ്ങനെ ഒരു വിശ്വസ്തൻ ഈ ലോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം കപടവും കള്ളവും ഹല്ലേലൂയ നിന്ദയും പരിഹാസവും കൊണ്ട് നിറഞ്ഞ ലോകത്തായിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ന്യായം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് കാണിച്ചു തരുവാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ. സ്തോത്രം. ഹല്ലേലൂയ. യെഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ ദേശത്തെ നശിപ്പിക്കാത്തവണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവചനം എത്ര ചന്തമായി പറയുന്നു. സ്തോത്രം. ഞാൻ ദേശത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്, അയ്യോ ഈ ദേശത്തെ നശിപ്പിക്കരുതേ ദൈവമേ എന്ന് ദൈവത്തോട് മധ്യസ്ഥത വഹിക്കുവാൻ തക്കവണ്ണം ചുറ്റി നടന്നിട്ട് ആരെയും കാണുവാൻ കഴിഞ്ഞില്ല എന്നാണ് തിരുവചനം ഇവിടെ പറയുന്നത്. അത്ര ദുഷ്ടലോകമാണ് ഈ ലോകമെന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. പ്രിയ സ്നേഹിതരെ, ദൈവ സ്വഭാവം നാം ഓരോരുത്തരും ഉയർത്തിപ്പിടിക്കണമെന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്തോത്രം. സർവഭൂമിക്കും ന്യായാധിപനായ നീതിപ്രവർത്തികൾ ചെയ്യുവാൻ നാം ആഗ്രഹിക്കണം. ഇത് ദൈവ ഇഷ്ടമാണ്. നമ്മെക്കുറിച്ച് ദൈവം അപ്രകാരം പഠിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ. ദൈവം ചുറ്റി നടന്ന് നോക്കിയിട്ട് ഒരു നീതിപ്രവൃത്തികൾ ചെയ്യുന്നവരെയും കാണുവാനില്ല എന്ന് വളരെ വ്യക്തമായി നമ്മെ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഇവിടെ ഉൽപ്പത്തി 18:27 വാക്യം നമുക്ക് വായിക്കാം. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞുവല്ലോ. സ്തോത്രം. അബ്രഹാം പറയുകയാ. സ്തോത്രം. അബ്രഹാമിന്റെ എളിമത്വത്തെ കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അവൻ പൊടിയും വെണ്ണീറുമാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്താണ്? അവൻ അത് ഏറ്റുപറയുകയാണ്. അവന്റെ കുറവ് അവൻ ഏറ്റുപറയുന്നു. പ്രൈസ് ദി ലോർഡ്.
പ്രിയ ദൈവത്തിന്റെ മക്കളെ, നാം ഓരോരുത്തരും നമ്മുടെ തെറ്റുകളെ ഒളിപ്പിച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ സൽപ്രവർത്തികളെ മോശപ്രവർത്തികളാക്കി വിളിച്ചു കൂകുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അബ്രഹാം, അതെ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. അബ്രഹാമിന്റെ എളിമത്വം അത് വളരെ ചന്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമാകുന്ന നല്ല കാര്യങ്ങളെ ദൈവം അവിടെ ചൂണ്ടിക്കാണിച്ചു തരും. സ്തോത്രം. എന്നാൽ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. സ്തോത്രം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഉള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറയുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എനിക്കും സഹപ്രവർത്തകർക്കും, അതേ, സഹസഹോദരങ്ങൾക്കും സഭയിലെ ഐവേലികൾക്കും നാം മടുത്തു പോകരുത് പ്രാർത്ഥനയിൽ. അവിടെ ഏതാവശ്യവും നമ്മുടെ ആവശ്യമായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയും കൃപയും അവരോട് കൂടെ ഉണ്ടാകുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയ ദൈവ മക്കളെ, ദൈവത്തിന്റെ കരുതൽ അതിഭയങ്കരമാണ്. ദൈവമക്കൾക്ക് വേണ്ടി മടുത്തു പോകാത്ത പ്രാർത്ഥനകളെ അംഗീകരിച്ചുകൊണ്ട് വിടുതലിന്റെ കരം അയച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു വിധവയായ സ്ത്രീ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നും ആ വിധവ, സ്തോത്രം, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് അവിടത്തെ പ്രധാനിയോട് പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. കുറച്ചു നാളുകൾ അവൻ അത് അംഗീകരിച്ചില്ല. എന്നാൽ അവൻ ഒരു തീരുമാനമെടുത്തു. ആ വിധവയായ സ്ത്രീയുടെ പരാതി ഞാൻ അംഗീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ പരാതിക്ക് പ്രതിഫലം കിട്ടുവാൻ തക്കവണ്ണം പ്രവർത്തിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുവേൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘായുസ്സുള്ളവൻ ആയാലും, പ്രൈസ് ദി ലോർഡ്, അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഒരു മനുഷ്യനോട് സഹായം ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അവന് തരുവാൻ സാധിച്ചില്ലെന്ന് വരാം. പ്രിയ ദൈവത്തിന്റെ മക്കളെ, നീ മടുത്തു പോകാതെ നിന്റെ ദൈവത്തോട് നിന്റെ ആവശ്യങ്ങളെ നിലവിളിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. ഈ ലോക മനുഷ്യർക്ക് തരുവാൻ കഴിയാത്തതായ സന്തോഷം പകർന്നു തരുവാൻ, സഹായം എത്തിച്ചു തരുവാൻ ആ ദൈവത്തിന് സാധിക്കുമെന്ന് നാം മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ അബ്രഹാമിന്റെ എളിമത്വം, ആ സ്തോത്രം, പുരുഷന്മാരോട് സംസാരിച്ച ആ രീതി കൊണ്ട് അബ്രഹാമിന്റെ ആവശ്യത്തെ മനസ്സിലാക്കിയ ദൂതന്മാർ അല്ലെങ്കിൽ പുരുഷന്മാർ ലോത്തിന്റെ ഭവനത്തിലേക്ക് അതിവേഗത്തിൽ ഇരച്ചു കയറി ലോത്തിനെ പിടിച്ചിറക്കി ആ ദേശത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ എന്ന് പറഞ്ഞ് ഓട്ടിപ്പിച്ച അനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയും. തിരിഞ്ഞു നോക്കരുത് എന്ന ഒരു നിർദ്ദേശവും കൊടുത്തു. എന്നാൽ
ആ നീരുറവ്, ആ ഫലഭൂയിഷ്ഠമായ സ്ഥലത്ത് കിടന്നുണ്ടാക്കിയ സമ്പത്തും അവരുടെ സർവവിധ കാര്യങ്ങളും അവിടെ ഇട്ടേച്ച് പെട്ടെന്നിറങ്ങി ഓടേണ്ടി വന്ന സന്ദർഭത്തിൽ ഭാര്യയായ ലോത്തിന്റെ ഭാര്യയ്ക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ സോദോം പട്ടണത്തിൽ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പിന്നെ അവൾക്ക് തിരിഞ്ഞോടേണ്ടി വന്നില്ല. അവിടെ അവൾ ഉപ്പുതൂണായി മാറി നശിച്ചു പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഇതാണ്. എന്നാൽ അബ്രഹാം തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി ത്യാഗ അനുഭവിച്ചുകൊണ്ട് എളിമത്വത്തോടുകൂടി അവരോട് സംസാരിച്ച കാര്യങ്ങൾ ആ പുരുഷന്മാർ മുഖവിലേക്കെടുത്തുകൊണ്ട് അവരെ രക്ഷിപ്പാൻ നോക്കിയെങ്കിലും ഭാര്യയെ അവരുടെ നിർദ്ദേശം കേൾക്കാത്തതിനാൽ നശിച്ചുപോയി. പ്രിയ ദൈവത്തിന്റെ മക്കളെ, കൽപ്പനകളെ പഠിപ്പിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ശബദ കൽപ്പന മാത്രം നമുക്ക് മതി, മറ്റൊരു കൽപ്പനയും നമുക്ക് വേണ്ട. അതെല്ലാം സുഗമമായി നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം ലൈസൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ലോത്തിന്റെ ഭാര്യയുടെ അനുഭവമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെന്ന് നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വേല ചെയ്യുന്നവരുടെ മുമ്പിൽ നീ കൊലവിളി വിളിച്ച് നീ പ്രയാസങ്ങൾ നിന്റെ വായിൽ നിന്ന് ഉരുവിടുമ്പോൾ, നിന്റെ പേനയും നിന്റെ ആരോഗ്യവും നിന്റെ ബുദ്ധിയും ദൈവമക്കൾക്ക് എതിരായി നീ പ്രവർത്തിക്കുമ്പോൾ, നീ ഒന്ന് ചിന്തിച്ചോ, സോദോം ഗൊമോറ പട്ടണത്തിലെ ലോത്തിന്റെ അനുഭവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, ദൈവം ഏതാ അപകട സാന്നിധ്യത്തിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടു പൊക്കോളും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിർദ്ദേശങ്ങളെ, ദൈവത്തിന്റെ നിയമങ്ങളെ നീ ഒന്നിനെ എടുത്തുകൊണ്ട് മറ്റൊമ്പതിനെയും നീ തിരസ്കരിച്ചുകൊണ്ട് ജീവിക്കുന്നു എങ്കിൽ നിനക്ക് അപകടമാണ്, ആപത്താണ്. നീ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ പോകുന്നില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഇവിടെ അതേ സ്തോത്രം നാം ചിന്തിക്കുമ്പോൾ 18-28 മുതൽ 33 വരെയുള്ള ഭാഗം നാം വായിക്കുമ്പോൾ, പ്രിയ ദൈവത്തിന്റെ മക്കളെ, 1 തെസ്സലോനിക്കർ 5 ഹല്ലേലൂയ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ട ദൈവം വീണ്ടും പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പേ. നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ആ പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. യെശയ്യാവ് 55-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് 55-ന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. എട്ടും 9-ഉം വായിക്കുമ്പോൾ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല,
നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവയാണ് അരുളി ചെയ്യുന്നത്. ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടമാണ് ചെയ്യുവാൻ ദൈവം നമുക്ക് അവകാശം തരുന്നത്. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ വിചാരങ്ങളാണ് നാം അത് മറ്റുള്ളവർക്ക് നൽകേണ്ടത്. നമ്മുടെ സ്വന്തം ഇഷ്ടം എന്ത് ചെയ്യരുത്? കുത്തിക്കയറ്റരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തോട് ഉയർച്ചയുണ്ടാകുന്ന നീതിയുടെ വഴികൾ നാം കണ്ടുപിടിച്ച് ആ പ്രവൃത്തികൾ ചെയ്യുവാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. ഇവിടെ അബ്രഹാമിന്റെ തുടർച്ചയായുള്ള അഭ്യർത്ഥന, നിരന്തര അഭ്യർത്ഥന. അതിനുശേഷം പുരുഷന്മാർ സോദോമിലേക്ക് പോയി, അബ്രഹാം തന്റെ ഭവനത്തിലേക്ക് പോയി. പ്രിയ ദൈവത്തിന്റെ മക്കളെ, എത്ര ശ്രേഷ്ഠമായ കാര്യമാണെന്ന് നാം ചിന്തിക്കുക. യെശയ്യാവ് 55-ന്റെ 8-9 വാക്യം പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വിചാരങ്ങളല്ല നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികളും. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴികൾ നമ്മുടെ ഓരോരുത്തരുടെയും വഴികളിൽ, സ്തോത്രം, ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉയർന്നിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സ്നേഹിതരെ, വചനത്തിന് അടിസ്ഥാനമായി ഞാനും നിങ്ങളും പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അരികത്ത് കടന്നു വരുന്ന രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന ദൈവം, അവൻ രോഗോപശാന്തിയോടുകൂടെ കടന്നു വരികയും രോഗികൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടുകൊണ്ട് വിടുതലിന്റെ കരം അയച്ചു കൊടുക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. JCSന്റെ പ്രവർത്തനത്തിലൂടെ അനേകം പേർ സൗഖ്യം പ്രാപിച്ച സാക്ഷികൾ നമുക്കെപ്പോഴും കേൾക്കുവാൻ കഴിയുകയാണ്. സ്തോത്രം. അപ്പോൾ അബ്രഹാമിന്റെ തുടർച്ചയായുള്ള പുരുഷന്മാരോടുള്ള അഭ്യർത്ഥന തന്റെ പ്രിയ സഹോദരനായ ലോത്തിനെ സംരക്ഷിക്കുവാൻ, ആ കുടുംബത്തെ രക്ഷിക്കുവാൻ, തീയുടെ അനുഭവത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഇടയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ തിരിഞ്ഞു നോക്കിയവർക്ക് അപകടം സംഭവിച്ചതായും പിന്നെ ഒരിക്കലും അവർക്ക് തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ അവിടെ അവർ ഉപ്പുതൂണായി മാറുകയും ചെയ്തു. ഇതാണ് പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അതേ ദൈവം തരുവാൻ പോകുന്ന നന്മയും തിന്മയുമെന്ന് നാം മനസ്സിലാക്കുക. ദൈവത്തിന്റെ കൽപ്പന 10 ഒരേപോലെ അനുസരിക്കേണ്ട നാം ഒന്നിൽ തെറ്റിയാൽ സകലത്തിനും തെറ്റുകാരനാകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ ആ പഠനം നാം ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനവും ദൈവഹിതത്തിനൊത്തവണ്ണം നാം ആയിരിക്കാൻ ഒരുങ്ങുക, പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പാതെ മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ എന്തൊക്കെ പഴുതുകൾ നമുക്ക് ദൈവത്തോട് മധ്യസ്ഥത വഹിക്കുവാനുണ്ടോ
അത് നാം ചെയ്യുക. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗീയമാകുന്ന ദൈവം എന്നെയും ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓൺലൈനിലൂടെ ആയിരുന്നാലും ശരി, സ്തോത്രം, ലൈവ് പ്രോഗ്രാമിലൂടെ ആയിരുന്നാലും ശരി, നേരിട്ട് കേൾക്കുന്നവരായിരുന്നാലും ശരി, വലിയവനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിച്ച മറ്റുള്ളവരുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ, അബ്രഹാമിനെ പോലെ ഒരു മധ്യസ്ഥ പ്രവൃത്തി ചെയ്യുവാൻ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വേദ ഭാഗത്തു നിന്ന് ഞാൻ ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.